പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇല്ലാത്തതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇതിനെതിരെയാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്കൊപ്പം സമരരംഗത്തെത്തിയത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജിൽ പഠന സൗകര്യമില്ലാത്തതും നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്തതുമാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഭാവിയിലേക്ക് വേണ്ടി ഒരുപാട് കുന്നോളം പ്രതീക്ഷയായിട്ടായി കുട്ടികളെ വിട്ടത്. ഇതെല്ലാം ഇപ്പം ഞങ്ങളെല്ലാം അത് പ്രതീക്ഷകളെല്ലാം തരിപ്പണമായി പോയി. അതായത് ഒരു മന്ത്രി കാണിച്ച പണി. മുമ്പ് വിദ്യാർത്ഥികൾ നടത്തിയ സമരങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും കോളേജ് അധികൃതരും ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 4 വർഷമാണ് ഈ നഴ്സിംഗ് ഒരു കുട്ടി പഠിക്കുന്നത്. 4 വർഷമാണ്. ഈ 5ാം ബാച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അഡ്മിഷൻ എടുത്ത കുട്ടി 4 വർഷം കഴിയുമ്പോൾ കോഴ്സ് ഔട്ട് ആവും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ 5 നഴ്സിംഗ് കോളേജുകൾ, തിരുവനന്തപുരത്ത് അനക്സ് ഉൾപ്പെടെയുള്ള കോളേജുകളിലെ 400 കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കും. ഇപ്പോഴും മന്ത്രി പറയുന്നത് INC-യുടെ അംഗീകാരം വേണ്ട, അങ്ങനെ സുപ്രീം കോടതി വിധിയുണ്ടെന്നാണ്. എന്നാൽ PTA മീറ്റിങ്ങിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയുന്നത് 1 ലക്ഷം രൂപ കഴിഞ്ഞ മാസം INC-ക്ക് ഇൻസ്പെക്ഷന് വേണ്ടി അടച്ചു എന്നാണ്. അപ്പം മന്ത്രി പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളെയൊക്കെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഹോസ്റ്റൽ സൗകര്യവും ബസ് സൗകര്യവും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകരും നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഈ വിഷയം ഉള്ളത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രതിഷേധമാണ് രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ല, ഒപ്പം പഠന സൗകര്യങ്ങളില്ല, അതായത് ഹോസ്റ്റൽ സൗകര്യമില്ല, വാഹന സൗകര്യമില്ല. അത്തരം ഒട്ടനവധി കാര്യങ്ങൾ ഈ കുട്ടികൾ നിരന്തരം ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിട്ടും പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുന്നില്ല. മന്ത്രി അടക്കമുള്ള ആളുകൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ ഒരു പരിഹാര മാർഗമില്ലാത്തതെന്ന് പറഞ്ഞ് കുട്ടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സമരങ്ങളിലേക്ക് കുട്ടികൾ മാറുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികൾ മഴ നനഞ്ഞ് കോളേജിന് മുന്നിൽ തന്നെ സമരം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വാടക കെട്ടിടത്തിലാണ് ഈ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. അത് ആദ്യം ഒരു കെട്ടിടത്തിൽ മാത്രമാണ്, ഇപ്പൊ 2 കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ലാബ് സൗകര്യമില്ല. ഈ വാഹന സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം ഹോസ്പിറ്റലാണ് ഉള്ളത്. കോന്നി മെഡിക്കൽ കോളേജ്, അവിടത്തേക്ക് കുട്ടികൾ അനാട്ടമി അടക്കമുള്ള പഠിക്കാൻ വേണ്ടി അവിടെ വരണം. അതിന് ബസ് സൗകര്യമില്ല, അതിന് കോളേജ് ബസ്സില്ല. ഹോസ്റ്റൽ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഹോസ്റ്റലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. അവിടെ ഫീസിന്റെ കാര്യത്തിൽ വലിയ വർധനവ്, 7,000, 6,000, 7,000 രൂപ കുട്ടികൾ കൊടുക്കേണ്ടി വരുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടിയ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വന്ന കുട്ടികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കോളേജിൽ കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികൾ ഇവിടെ പഠിച്ചാൽ പുറത്തു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നൊക്കെയുള്ള ആശങ്ക കൂടി ഈ രക്ഷിതാക്കൾ പങ്കുവെക്കുന്നു. മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. ഉടൻ പരിഹരിക്കുന്നു പറഞ്ഞ നടപടി ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ 3 വർഷമായി തുടങ്ങുമ്പോൾ അടുത്ത ബാച്ചിന് പുതിയ അഡ്മിഷൻ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ വരികയാണ്. ഇവരെല്ലാം പ്രതിഷേധമായി രംഗത്തുണ്ട്. ഏകദേശം കേരളത്തിൽ 5 കോളേജിൽ പുതിയ അനുവദിച്ചിട്ടുള്ള 5 കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരമില്ലെന്നാണ് ഈ രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. എന്തായാലും പ്രതിസന്ധി പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് തുടർ നടപടികൾ വേണമെന്നാണ് ഈ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ കുട്ടികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമരരംഗത്ത് വന്നിട്ടുള്ള ആര്യ. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.